സാലി കിച്ചൺ. ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ട് ക്യാരറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു മധുരമുള്ള നല്ല ക്യാരറ്റ് വെച്ചിട്ടുള്ള സർപ്രൈസ് ബോക്സ്. ഈസിയാണ്. ഞാൻ മുമ്പ് നേന്ത്രപ്പഴം വെച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ഏകദേശം അതുപോലെ തന്നെയാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറം ഇതുപോലൊരു ബെല്ലൈക്കൺ തിരിഞ്ഞു വരും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ക്യാരറ്റ് വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനത്തെ ഫില്ലിംഗ് ഒക്കെ ചെയ്യുമ്പം നെയ്യ് തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ചെറിയ ക്യാരറ്റ് ഇതുപോലെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള മധുരം മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടിക്കൊടുക്കണം. ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ക്യാരറ്റ് നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ വേവിച്ചെടുക്കണം. ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ക്യാരറ്റ് നല്ല സോഫ്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കുമ്പം നല്ല സോഫ്റ്റായിട്ടൊന്ന് അലിഞ്ഞു പോകണം. അല്ലാതെ ക്യാരറ്റ് പച്ചനെ കടിക്കുന്നുണ്ടെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. ക്യാരറ്റ് വെന്താൽ മാത്രമേ ആ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവൂ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് നോക്കിയപ്പോൾ നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അവസാനം നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങാ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാഷ്യും കിസ്മിസും വറുത്തിടാം. സിമ്പിളായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്ര ചെയ്യണ്ടോ. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ദോശയുടെ ബാറ്ററാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഒരു മിക്സി എടുത്തിട്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മൈദയാണ് ചേർക്കേണ്ടത്. ഒരു 1/4 കപ്പോളം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് അത്രേ വേണ്ടൂ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സി അടിച്ച് വെച്ചിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കാം. മിക്സിയിൽ ചെയ്യുന്നതുകൊണ്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നമ്മുടെ ദോശ ബാറ്റർ കിട്ടിക്കോളും. ഈ ഒരു രീതിയിൽ നമ്മുടെ ദോശയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ദോശ ചുട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ 1-2 തവി മാവ് ഒഴിച്ചിട്ട് ഒന്നങ്ങ് പരത്തി കൊടുക്കുക. താഴ്ഭാഗത്ത് നെയ്യൊന്നും ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. എൻ്റെ പാനിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളെ പാൻ ഒട്ടിപ്പിടിക്കുന്നതാണെങ്കിൽ പുരട്ടി കൊടുത്തോളൂ, കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഈ ദോശ. മുകൾ ഭാഗമൊക്കെ ആറി ആ ഒരു മാവൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കണം. അധികം തിക്കും ആക്കേണ്ട, അധികം തിന്നും ആക്കേണ്ട. പിന്നെ ദോശ ചെറുതും ആക്കേണ്ട, കുറച്ച് വലുതായിട്ട് തന്നെ ചെയ്തെടുത്തോളൂ. നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാനൊക്കെ ഉള്ളതല്ലേ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഈ ഒരു ഫില്ലിങ്ങും പിന്നെ ഈ ദോശമാവും വെച്ചിട്ട് നമുക്ക് 4 ബോക്സാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ അവസാനത്തെ പരിപാടിയാണ്. ഈ ഒരു ദോശയുടെ നടുവിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കുക. പക്ഷേ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ്. അത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം. ക്യാരറ്റ് ഹൽവേൻ്റെ ടേസ്റ്റ് പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സർപ്രൈസ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിക്കാം. കാണാൻ തന്നെ നല്ല മൊഞ്ചാണ്. അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ഷവർമ്മക്കൊക്കെ റോൾ ചെയ്യുന്നില്ലേ, അതുപോലെ റോൾ ചെയ്തെടുത്താലും മതി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്